ADMന്റെ ആത്മഹത്യാ പ്രേരണ കേസിൽ ജാമ്യം ലഭിച്ച PP ദിവ്യ ജയിൽ മോചിതയായി. തന്റെ പ്രതികരണം സദുദ്ദേശപരമായിരുന്നുവെന്ന് PP ദിവ്യ ജയിൽ മോചിതയായ ശേഷം പറഞ്ഞു. നവീൻ ബാബുവിന്റെ മരണത്തിൽ കൃത്യമായ അന്വേഷണം നടക്കണം. തന്റെ നിരപരാധിത്വം തെളിയിക്കാനുള്ള അവസരം കോടതിയിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും PP ദിവ്യ പറഞ്ഞു. PP ദിവ്യയുടെ വാക്കുകളിലേക്ക് ആദ്യം. നവീൻ ബാബുവിന്റെ മരണത്തിൽ വളരെയധികം ദുഃഖം എന്നെ സംബന്ധിച്ചുണ്ട്. കാരണം നിങ്ങൾക്കെല്ലാം അറിയാം, എന്നെ മാധ്യമപ്രവർത്തകരായാലും നമ്മുടെ നാട്ടുകാരായാലും പൊതുപ്രവർത്തന രംഗത്ത് എന്നെ കാണാൻ തുടങ്ങിയിട്ട് ഒരു 2 പതിറ്റാണ്ടായി. ഇപ്പോൾ ജില്ലാ പഞ്ചായത്തിൽ കഴിഞ്ഞ 14 വർഷം ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഒരുപാട് ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും ഒക്കെയായിട്ട്, അതും വ്യത്യസ്തമായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവരും ഒക്കെയുണ്ട്, എല്ലാവരുമായിട്ട് സഹകരിച്ചു പോകുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ദൗർഭാഗ്യവശാൽ ഞാനിപ്പോഴും പറയുന്നു, ഞാൻ ഏതെങ്കിലും തരത്തിൽ സദുദ്ദേശപരമായിട്ട് മാത്രമേ ഏത് ഉദ്യോഗസ്ഥരോട് സംസാരിക്കാറുള്ളൂ. ഞാനിപ്പോഴും നിയമത്തിൽ വിശ്വസിക്കുന്നുണ്ട്. എൻ്റെ ഭാഗം കോടതിയിൽ ഞാൻ പറയും. നവീൻ ബാബുവിൻ്റെ കുടുംബം ആഗ്രഹിക്കുന്നത് പോലെ ഞാനും ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഈയൊരു പ്രശ്നവുമായി ബന്ധപ്പെട്ട്, അദ്ദേഹത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് കൃത്യമായ അന്വേഷണം നടക്കണമെന്ന് തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത്. എൻ്റെ നിരപരാധിത്വം തെളിയിക്കുന്നതിനു വേണ്ടിയുള്ള അവസരം എനിക്ക് കോടതിയിൽ ലഭിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. സജോ ദേവസ്യ ചേരുന്നുണ്ട് വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന്. സജോ, ഈ വിവാദത്തിന് ശേഷം, ഇത്രയും നാളുകൾക്ക് ശേഷമുള്ള PP ദിവ്യയുടെ ആ വിഷയത്തിലെ ആദ്യ പ്രതികരണമാണ്. അതും ജയിൽ മോചിതയായതിനു ശേഷം 11 ദിവസം ജയിലിൽ കഴിഞ്ഞതിന് ശേഷമുള്ള പ്രതികരണം. വളരെ ചുരുങ്ങിയ വാക്കുകളിലാണ് PP ദിവ്യ അത് വിശദീകരിക്കുന്നത്. നിയമവ്യവസ്ഥയിൽ വിശ്വാസമുണ്ട്, തൻ്റെ നിരപരാധിത്വം തെളിയിക്കും എന്ന് PP ദിവ്യ പറയുന്നു. എത്രത്തോളം ആത്മവിശ്വാസത്തോടു കൂടിയാണ് PP ദിവ്യ അക്കാര്യങ്ങൾ പറയുന്നത്? PP ദിവ്യയുടെ പ്രതികരണത്തെ ഈ ഘട്ടത്തിൽ എങ്ങനെ കാണണം സജു? പ്രജിത്ത്, 11 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷമാണ് കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റ് PP ദിവ്യ ജയിൽ മോചിതയാകുന്നത്, അല്ലെങ്കിൽ പുറത്തിറങ്ങുന്നത്. ഇന്ന് ജാമ്യാപേക്ഷ തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതി അനുവദിച്ചതോടുകൂടിയാണ് അവർക്ക് പുറത്തിറങ്ങാനുള്ള സാഹചര്യം ഒരുങ്ങിയിരിക്കുന്നത്. ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവർക്ക് ആശ്വാസകരമായ ഒരു വിധിയാണ് സംഭവിച്ചത്. അതോടുകൂടി അവർക്ക് പുറത്തിറങ്ങാനും കഴിഞ്ഞു. പക്ഷേ ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് അന്വേഷണത്തിന്റെ അടുത്ത ഘട്ടമുണ്ട്. പക്ഷേ PP ദിവ്യ അവരുടെ ഭാഗം വിശദീകരിക്കാൻ ശ്രമിക്കുകയാണ്. കഴിഞ്ഞ 2 പതിറ്റാണ്ടായി പൊതുപ്രവർത്തന രംഗത്ത്, പ്രത്യേകിച്ച് പാർലമെന്ററി രംഗത്ത് സജീവമായുള്ള തന്നെ എല്ലാവർക്കും അറിയുന്നതാണ്. സദുദ്ദേശപരമായ പരാമർശമാണ്. കോടതിയിൽ വിശ്വാസമുണ്ട്, തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസമുണ്ട്, അതുമായി മുന്നോട്ട് പോകും. ഏതെങ്കിലും നിലയ്ക്ക് ഇക്കാര്യത്തിൽ തന്റെ ഭാഗം വിശദീകരിക്കാനുള്ള അവസരമുണ്ട് എന്നതൊക്കെ അവർ പറയുകയാണ്. അതായത് നേരത്തെ കോടതിയിലടക്കം PP ദിവ്യയുടെ അഭിഭാഷകൻ ഉൾപ്പെടെ വിശദീകരിക്കാൻ ശ്രമിച്ചത് കൈക്കൂലിയുണ്ട്, അങ്ങനെ ഒരു കാര്യം ബോധ്യപ്പെട്ടു, അങ്ങനെ ഒരു വിവരം കിട്ടി, ആ കാര്യം സൂചിപ്പിക്കുക മാത്രമാണ് ചെയ്തത്, അതിന് പ്രത്യേകിച്ച് ഇന്റൻഷൻ ഒന്നുമില്ല എന്ന് വിശദീകരിക്കാനാണ് അവർ ശ്രമിച്ചത്. അതേസമയം അഭിഭാഷകർ ഉൾപ്പെടെ ഈ കാര്യങ്ങളിൽ പറയുന്നൊരു കാര്യം, ഇനിയിപ്പോൾ കേസിന്റെ അന്വേഷണം ഉൾപ്പെടെ മറ്റൊരു ഘട്ടത്തിലേക്കൊക്കെ മുന്നോട്ട് പോകേണ്ടതാണ്. അതായത് എല്ലാ തലങ്ങളും അന്വേഷിക്കപ്പെടേണ്ടതാണ്, ഗൂഢാലോചന തലം ഉൾപ്പെടെ അന്വേഷിക്കണം എന്ന ഭാഗമൊക്കെ പറയുന്നുണ്ട്. അതേസമയം ജാമ്യ ഉത്തരവിൽ ഈ കാര്യങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ കൈക്കൂലി ആരോപണം ഉൾപ്പെടെയുള്ള വിഷയങ്ങളുടെ മെറിറ്റിലേക്കോ അന്വേഷണത്തിന്റെ മെറിറ്റിലേക്കോ യഥാർത്ഥത്തിൽ കോടതി കടന്നില്ല. പകരം അവർ വനിത എന്ന പരിഗണന, പിതാവിന്റെ ആരോഗ്യസ്ഥിതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ബെയിൽ, ജാമ്യം, അവകാശം എന്ന സുപ്രീം കോടതിയുടെ വിധി, ആ മാർഗനിർദ്ദേശമൊക്കെ പരിഗണിച്ചാണ് അവർക്ക് യഥാർത്ഥത്തിൽ കേസിന്റെ മെറിറ്റിലേക്ക് കടക്കാതെയാണ് ജാമ്യം ലഭിച്ചത്. അപ്പോഴും അവരുടെ കരിയറിലെ, പൊളിറ്റിക്കൽ കരിയറിലെ ഏറ്റവും സുപ്രധാനമായ ഒരു ഘട്ടത്തിൽ വെച്ചൊരു വൻ വീഴ്ച എന്ന് തന്നെ പറയാം. അവർക്ക് തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ പദവികളിലും പാർലമെന്ററി രംഗത്ത് നേരത്തെ നഷ്ടമായത്, ഒപ്പം ജില്ലാ കമ്മിറ്റി അംഗത്വം ഉൾപ്പെടെ നഷ്ടമാകുന്നു. ബ്രാഞ്ചിലേക്ക് അവരെ തരം താഴ്ത്തിയുള്ള തീരുമാനം CPIM ഇന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുക കൂടി ചെയ്തിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ രാഷ്ട്രീയമായി അവരെ സംബന്ധിച്ചിടത്തോളം അവർ പൊളിറ്റിക്കൽ ഗ്രാഫിലെ വൻ വീഴ്ച തന്നെയാണ്. പക്ഷേ ഇനിയിപ്പോൾ മുന്നോട്ടേക്കുള്ള പോക്കിൽ കേസിന്റെ അന്വേഷണ ഘട്ടത്തിലുമൊക്കെ BNS 108 അതായത് ആത്മഹത്യാ പ്രേരണ കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത്. ഇനിയിപ്പോൾ തുടർന്നുള്ള അന്വേഷണം പോകണം, കുറ്റപത്ര സമർപ്പണം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതിനിടെ ജുഡീഷ്യൽ അന്വേഷണ ആവശ്യം ഉൾപ്പെടെ കേസിലെ അന്വേഷണത്തെ സംബന്ധിച്ചുള്ള ആശങ്കകൾ കുടുംബം അടക്കം പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ഏറ്റവും പ്രധാനം അന്വേഷണം എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നത് നിരീക്ഷിക്കുക എന്നത് തന്നെയാണ്. രാഷ്ട്രീയമായി CPM അവരുടെ ഭാഗം നടപടിയെടുത്തു, അന്വേഷണം തുടർന്ന് നടക്കട്ടെ എന്ന വിശദീകരണം നൽകുന്നു. PP ദിവ്യയെ സംബന്ധിച്ച് അവരുടെ നിരപരാധിത്വം തെളിയിക്കുമെന്ന് അവർ പറയുന്നു. പക്ഷേ അപ്പോഴും അന്വേഷണ സംഘം ഇനി എങ്ങനെ മുന്നോട്ടേക്ക് പോകുന്നു എന്നത് ഈ കേസിലെ ഏറ്റവും പ്രധാനം തന്നെയാണ്. ശരി, സജോ ദേവസ്യ വിവരങ്ങൾ നൽകുകയായിരുന്നു കണ്ണൂരിൽ നിന്ന്. PP ദിവ്യ ജയിൽ മോചിതയായിരിക്കുന്നു. പോലീസിന്റെ ഈ കേസിലെ തുടരന്വേഷണം ഏത് തരത്തിലായിരിക്കും എന്നുള്ള കാര്യം പ്രധാനമാണ്. പാർട്ടി സ്വീകരിക്കാൻ പോകുന്ന നിലപാടെന്ത് എന്നുള്ളത് പ്രധാനമാണ്. സജോ ദേവസ്യ കാര്യങ്ങൾ വിശദീകരിക്കുകയായിരുന്നു.